നിങ്ങൾ അൺലിമിറ്റഡ് നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതൊക്കെ തിന്നിക്കണില്ലേ? അതേ സ്റ്റിൽ നമുക്കൊന്ന് പെരിയിലുണ്ടാക്കി വെക്കാമല്ലോ. അപ്പം എങ്ങനെ ഉണ്ടാവും? സെറ്റാവില്ലേ? അപ്പോൾ നെയ്ച്ചോറ് സാധാ കുക്കറിൽ ഉണ്ടാക്കണ മാതിരി തന്നെ റെസിപ്പി എല്ലാവർക്കും അറിയില്ലേ? ഇനി അറിയാത്തവർക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോളിട്ടാ. നമ്മൾ സ്പൈസസൊക്കെ വെളിച്ചെണ്ണയിൽ ഇടുക, എന്നിട്ട് ഉള്ളി ഇടുക, ക്യാരറ്റ് ഇടുക. ഇനി ചെറുതായിട്ടൊന്ന് മൂത്ത ശേഷം കഴുകി വെച്ച നെയ്ച്ചോറിൻ്റെ അരി എടുത്തിട്ട് ഒന്നും കണ്ട് വറുത്തെടുക്കുക. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന നിലയ്ക്ക് ഒഴിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് കുക്കർ അടച്ചിട്ട് 1 വിസിൽ കഴിഞ്ഞാൽ നമ്മളെ നെയ്ച്ചോറ് റെഡി. ഇനി ചിക്കൻ പൊരിച്ചത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ വലിയ ജീരകവും ചില്ലി ഫ്ലേക്സും പൊടിച്ചതും, പിന്നെ ഗാർലിക് ജിഞ്ചർ പേസ്റ്റും, പിന്നെ ഉപ്പിടാൻ മറക്കല്ലിട്ടാ. പിന്നെ സുറുക്കിയും ഒഴിച്ചിട്ട് നമ്മൾ ചിക്കൻ അയക്കിട്ടാണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മളെ ചിക്കൻ കുട്ടന്മാരെ അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അരമണിക്കൂറിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ആൾക്കാരെടുത്ത് അടച്ച് വെച്ച് പകുതി വേവിൽ വേവിച്ചെടുക്കുക. പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കാൻ മറക്കല്ലിട്ടാ, ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ഇനി പകുതി വേവായതിനു ശേഷം ചിക്കന് ഒന്ന് കോരി മാറ്റുക. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ അറിയിക്കാൻ മറക്കല്ലിട്ടാ. പിന്നെ ആ ചിക്കൻ്റെ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്കൊരു കറി ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ആദ്യം ഉള്ളിയും ക്യാപ്സിക്കവും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ കുറച്ച് സോസും പിന്നെ സോയാ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. പിന്നെ കുറച്ച് മുളക് പൊടിയും പിന്നെ കോൺഫ്ലവർ കലക്കിയ വെള്ളവും കൂടി ഒഴിച്ച് പിന്നെ നന്നായിട്ട് കുറുകി വരുന്ന നേരത്ത് ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് ഉച്ചക്ക് നമുക്ക് ലഞ്ചിനൊക്കെ ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇത് നമ്മൾ ആ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന കറിൻ്റെ രൂപത്തിലൊന്ന് ഉണ്ടാക്കാൻ നോക്കിയതാണ് കേട്ടോ. പിന്നെ കുറച്ച് കോൺഫ്ലവർ പൊടി, പിന്നെ മൈദ, പിന്നെ കളറിന് വേണ്ടിയിട്ട് കളറ്. നിങ്ങളെ അടുത്ത് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ ഒന്ന് ജസ്റ്റ് വേവിച്ചതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഫ്രൈ ചെയ്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ നമ്മളെ ചിക്കൻ റെഡിയായി. അപ്പോൾ ചിക്കൻ പൊരിച്ചതും നെയ്ച്ചോറും കറിയും ആഹാ എന്താ ടേസ്റ്റ്. അപ്പോൾ ഓക്കെ, ബൈ.